ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഒരു സ്കൂളില്ലാത്ത ദിവസം കളക്ടർ അവധി പറഞ്ഞില്ലേ, മഴ ഉണ്ടായിട്ട് തൃശ്ശൂർ ജില്ലയിൽ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ പൂരിയും ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് കുക്കറിലിട്ട് അതിൽ ഒരു ചെറിയ കഷ്ണം തക്കാളി മുറിച്ചിട്ട് 4 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായി ഇളക്കിയിട്ട് അത് വേവിക്കാൻ വെക്കാം കേട്ടോ. കുക്കറിൽ 2 വിസിലടിക്കുന്നത് വരെ നമുക്ക് നിന്ന് വേവിച്ചെടുക്കാം. കുക്കർ ഒരടുപ്പത്ത് വെക്കുകയും ചെയ്ത് തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വെക്കുകയും ചെയ്തിട്ടാ. പിന്നെ കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അത് അടുപ്പത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മദ്രസയിൽ പോയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലെങ്കിലും മദ്രസയിൽ പരീക്ഷ ഉണ്ട്. അപ്പോൾ 2 6:30 മദ്രസയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും ചായയുടെ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൊടി എടുക്കുകയാണ്. 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂണ് റവയും എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. മാവ് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുത്തിട്ട് മൂടി വെക്കേണ്ട. ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് വെക്കണം കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേന് കുക്കറൊക്കെ വിസിലടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെന്ത് വന്നിട്ടുള്ളത് ഇനി അത് നന്നായി ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുക്കുകയാണ്. ഇവിടെ ഉരുളക്കിഴങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കില്ല, അപ്പോൾ നന്നായി ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതിനുവേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് 2 സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി ബ്രൗൺ കളർ ഒന്നും വരണ്ട, ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ കളർ മാറി വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് നടുക കീറിയത് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എരിവുള്ള പച്ചമുളക് കയറുന്നു കേട്ടോ. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് അത് പച്ചമണം മാറി വരുമ്പോഴത്തേന് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായി തിളപ്പിച്ചിട്ട് കഷ്ണങ്ങൾക്ക് ഒന്നും കൂടി ഉടച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടാ. കറി ഓഫ് ചെയ്തൊരു ഭാഗത്തേക്ക് വെച്ച് കേട്ടോ. ഇനി നമുക്ക് പൂരിയുടെ മസാല നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ആദ്യം നന്നായി കുഴച്ച് വെച്ചിരിക്കണം, കാരണം മാവ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ മാവ് മുഴുവനും ഓരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഇട്ടുട്ടോ. പലതും പല സൈസൊക്കെ ആയിരുന്നു, എന്നാലും ഒരു ഇതിൽ ഒക്കെ തന്നെ ഉരുളാക്കി എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇനിയുള്ള പണികളൊക്കെ പെട്ടെന്നാക്കാന്ന് വിചാരിച്ചു, കാരണം 7:30 ആവാനായിരിക്കും കേട്ടോ. കുട്ടികൾ മദ്രസ വിട്ട് ആവാനായിരിക്കും, വിശക്കണ എന്നിട്ടാണ് വരിക. അതിന് വേഗം പത്തിയുടെ പ്രസ് എടുത്ത് അതിതുപോലെ കുറച്ച് ഓയിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇങ്ങനെ മുക്കിയിട്ടാണ് കേട്ടോ പരത്തിയെടുക്കണത്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം മുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പത്തിയുടെ പ്രസ്സും അത്യാവശ്യം ഓയിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5-10 ഒരുമിച്ചിട്ട് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റൂട്ടോ. അപ്പോൾ ഇനി വേറെ ഓയിൽ പരത്തേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് കട്ടിയിലാണ് കേട്ടോ, കുറച്ച് വലുപ്പമായി പോയി പരത്തിയത്. എന്നാലും വേണ്ടില്ല വിചാരിച്ചത് പരത്തിയെടുത്തിട്ട് അതുപോലെ എല്ലാം പരത്തിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അതിൻ്റെ ഇടയിൽ അടുപ്പത്ത് ചോറിനുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ചോറ് വേവുന്നുണ്ട്. അതുപോലെ ഞാൻ എല്ലാതും ഒന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ. എല്ലാതും പരത്തിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ എന്താ കേട്ടോ ഓരോന്നിങ്ങനെ പൊരിച്ചെടുക്കേണ്ട ചെയ്തത്. അപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചോളാം. സാധാരണ പൂരി ഉണ്ടാക്കാറില്ല, കാരണം നേരം വെളുക്കുമ്പോൾ തന്നെ എണ്ണ പൊരിച്ച് കൊടുക്കണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ അന്ന് സ്കൂളിലാത്ത കാരണം ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിന് മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആയതൊക്കെ ചൂട് കൊടുക്കുന്ന മക്കൾക്ക് കൊടുക്കുകയും ചെയ്തു കേട്ടോ. ബാക്കി ഞാനവിടെ പൊരിക്കാൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ 3 ആൾക്കും ഉള്ളത് ചൂട് കൊടുക്കുന്ന ചായ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെയ്യുന്നത് അവർക്കുള്ളതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ സാവധാനത്തിൽ ചെയ്തെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടാണ് ചെയ്തത്, കാരണം ഇനി ഓയിൽ ഞാൻ അധികം ഒഴിച്ചിട്ട് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതുപോലെ നീളനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ളതൊക്കെ മുഴുവൻ പൊരിച്ചെടുത്തത്. പൂരിപ്പണി കഴിയുമ്പോഴത്തേന് ചോറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചോറ് ഊറ്റി പൊട്ടിക്കാൻ വെച്ചിട്ടാ. ഇനി നമുക്ക് അതിലേക്ക് കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മീൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പച്ചക്കറി പോലത്തെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ സ്റ്റാർ ഫ്രൂട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറി വെക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ചിലതൊക്കെ ഇതുപോലെ കേടുവരാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 എടുത്തിട്ട് ചെയ്യാന്ന് വെച്ചാൽ മറ്റേത് കളയേണ്ടി വരും കേട്ടോ.
അപ്പോൾ അതിലേക്കുള്ള ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. അതിലേക്ക് ചെറിയ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ഇതുപോലെ എടുത്തിട്ട് അതിപ്പോൾ ഇങ്ങനെ പൊട്ടി വന്നത് കാരണം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അത് അരച്ചെടുക്കാൻ വിചാരിച്ചിട്ട് ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ആ സൈഡുകളിലുള്ള ഒരു കട്ടിയുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ കളഞ്ഞിട്ട് നമുക്ക് ഇത് കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ 2 സൈഡും ഒന്ന് ചെറുതായി മുറിച്ച് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചട്ടിയിലിടാം. അപ്പോൾ അതിൻ്റെ സൈഡിലെ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് നോക്കുമ്പോൾ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഷേപ്പൊക്കെ മാറിയിരിക്കണം കേട്ടോ. അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. എരിവിന് ആവശ്യമായി പച്ചമുളക് ഇട്ടോ കേട്ടോ. ഒരു 4-5 പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 4-5 ചെറിയ ഉള്ളി അതുപോലെ ചെറുതായി അരിഞ്ഞിടുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനായി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അരമുറി തേങ്ങ ഉണ്ടായിരുന്നു, അത് കൊത്തിയെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി അതേപോലെ തന്നെ ചുവന്നുള്ളിയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ തേങ്ങ ഇങ്ങനെ കൊത്തിയ കാരണം ക്രഷ് ചെയ്തെടുത്ത് കേട്ടോ. ഇനി ഇതിലേക്ക് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങയെങ്കിൽ അത് നേരിട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. നന്നായി തന്നെ അരഞ്ഞു കിട്ടണം കേട്ടോ. നമുക്കൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പം തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേനും ഇതവിടെ കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായി ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇതിൽ കുറച്ച് പുളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഇതിൽ പുളി കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ കുറച്ച് പഴുത്ത പുളി ഒന്ന് പിഴിഞ്ഞിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഒന്നൊന്ന് തിളച്ച് വന്നാൽ മതി. നന്നായി തിളച്ച് കുറുകൊന്നും വേണ്ട. ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിൽ പിന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമാക്കിയിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണ്ടേ. അപ്പോൾ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരുന്ന തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. തീ ഓഫ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽക്കുന്ന ഉള്ളി ഒന്ന് വറുത്തിടാനുണ്ട് കേട്ടോ. നമ്മുടെ കറി ഇതാട്ടോ അവിടെ ആയിട്ടുണ്ട്. ഞാൻ മാറ്റിയിട്ട് അടുപ്പത്ത് തന്നെ ഞാൻ ചട്ടി വെച്ചിട്ടോ. വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കണത്. അത് കാരണം ഈ പതഞ്ഞ് വരുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 5-6 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഒന്ന് തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു തിരി മുളകും പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉള്ളി താളിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കട്ടെ. അങ്ങനെ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയാൽ നിങ്ങളിതൊന്ന് ഇതുപോലെ ചെയ്തു നോക്കട്ടെ. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.